1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 8008000120. കേശു ടീ. தேங்க்ஸ் ஆண்டி. ஓகே. டேய் என்னடா ரொம்ப கௌரவமா எழுதிட்டு இருக்க? നമ്മുടെ കോളേജിന്റെ ആർട്സ് ക്ലബിന്റെ വാർഷികം വരണം. അപ്പൊ ഒരു ചർച്ച. അപ്പൊ അതിനു വേണ്ടി ഒരു കണ്ടന്റിന്റെ പോയിന്റ് നോക്കിക്കൊണ്ടിരിക്കണ. என்ன விஷயம்டா? വിഷയോ? വിഷയം എന്ന് പറഞ്ഞാല് ആധുനിക ജീവിതത്തിൽ ഹൃദയത്തിന്റെ സ്ഥാനം. அப்படின்னா പറഞ്ഞു പറ. ആധുനിക ജീവിതത്തിൽ ഹൃദയത്തിന്റെ സ്ഥാനം. അവൾക്കും പുരിയല. കിട്ടിയില്ല. നമ്മള് സ്ഥിരം പറയണ കാര്യം തന്നെടി. ഈ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സംഭവമാണല്ലോ. ഇപ്പോഴും കിട്ടിയില്ല കാര്യം. ഈ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ടെക്നോളജി ഇപ്പൊ കടന്നു കൂടിയിട്ടുണ്ടല്ലോ. ഉദാഹരണത്തിന് AI, ഡിജിറ്റൽ മണി, പിന്നെ ഉള്ള എല്ലാ കാര്യവും വിരൽത്തുമ്പിൽ തന്നെ ഉണ്ടല്ലോ. അതോ ഫോണിൽ തന്നെ ഉണ്ടല്ലോ. അല്ല ഇപ്പൊ എത്ര കാശില്ലെന്ന് പറഞ്ഞാലും എല്ലാവരുടെയും കയ്യിൽ സ്വന്തം കാര്യത്തിനുള്ള കാശ് കാണും ഇല്ലേ? ആരോടാ ഞാനീ പറയണേ? അതായത് ഈ കേരളത്തില് നിത്യവൃത്തിക്ക് നിവൃത്തിയില്ല എന്നൊരവസ്ഥയില്ല. അങ്ങനെ തീർത്തും പറയാൻ പറ്റുമോ? ഇവിടെ നിത്യവൃത്തിക്ക് നിവൃത്തിയില്ലാത്ത ആൾക്കാരും ഉണ്ട്. ഏച്ചി പോയിച്ചു ഇവിടുന്ന്. ഒരാൾക്ക് ജോലി കിട്ടാനാണ് പാട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളത്തില് തപ്പിയ ജോലിയും കിട്ടും, ജോലി ചെയ്ത അന്തസ്സായിട്ട് ശമ്പളവും കിട്ടും. പക്ഷേ പ്രശ്നം എന്തെന്ന് വെച്ചാല് ഈ അണ്ണന്മാര് ജോലി ചെയ്ത് കിട്ടണ ശമ്പളം കൊണ്ട് നേരെ വിടും. എങ്ങോട്ട്? ബിവറേജിലോട്ട്. അവിടെ ചെന്ന് പൂര അടിച്ചു വാരിയും കളയും. പിന്നെ എവിടുന്ന് കാശ് കാണും? അല്ല പിന്നെ. അതൊക്കെ ശരിയാണ് എന്നും പറഞ്ഞ ഇങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ഈ ഭൂരിഭാഗം ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. പോട്ട് വേറെ ആൾക്കാരുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഈ ഒരു ശരാശരി മലയാളി ഒരു വീട്ടിലോട്ട് എത്ര രൂപയ്ക്ക് മീൻ മേടിക്കും? എത്ര രൂപയ്ക്ക് മേടിക്കും? പറ. എത്ര രൂപയ്ക്ക് മേടിക്കും? അതല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. എത്ര രൂപയ്ക്ക് മേടിക്കും? അത് ഈ അമ്മൂമ്മ പറയുമ്പോ എത്ര രൂപയ്ക്ക് മേടിക്കും? അല്ല നീയല്ലേ ഇപ്പൊ പറഞ്ഞോണ്ടിരുന്ന, നീ തന്നെ പറ. വിടരുത്, വിട്ടെടുക്കരുത്. മീന് ഇപ്പം ചിലപ്പം നമ്മള് 500 രൂപയ്ക്ക് മേടിക്കും, 1000 രൂപ വരെ മേടിക്കും. അത്രയും രൂപ വരെ ചെലവാക്കും. എങ്ങനെ അമ്മൂമ്മ? நீ முன்னாடி சொன்னதுக்கும் இப்ப சொன்னதுக்கும் ஏதோ சம்பந்தம் இருக்கா? ഒരു സംബന്ധവും ഇല്ല. അതല്ല ഇവന്റെ പ്രത്യേകത. ചക്കയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇവൻ മാങ്ങയുടെ കാര്യം പറയും. തേങ്ങ ഏച്ചി പോയിച്ചു എവിടുന്ന്? കണാൻറ്റി കണക്ഷൻ ഒക്കെ ഉണ്ട്, ഞാൻ കണക്ട് ചെയ്ത് തരാം. അതായത് കണാൻറ്റി കറക്റ്റ് പറഞ്ഞാല് ഈ വേഗത, പിന്നെ മനുഷ്യർക്കിടയിലുള്ള മത്സരം, പിന്നെ ഒരു മനുഷ്യന്റെ അടുത്തുള്ള എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മാത്രം സ്ഥാപിക്കുന്ന ബന്ധങ്ങൾ, ഇതൊക്കെ മനുഷ്യർക്കിടയിലുള്ള ഹൃദയത്തിന്റെ സ്ഥാനം കുറച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ചില ആൾക്കാർ ഒന്നും ചെയ്യാതെ ഹൃദയത്തിന് മാത്രം സ്ഥാനം കൊടുക്കുന്നുണ്ട്. അല്ല അത് ശരിയാ. ഒന്നും ചെയ്യാനില്ലാത്തവരെ മറ്റുള്ളവരുടെ കണ്ണിൽ ഇങ്ങനെ പൊടിയിട്ടോണ്ടിരിക്കും. ഇതാണ് പ്രശ്നം. സ്നേഹം, മനുഷ്യത്വം, ഹൃദയം, പരോപകാരം, നന്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവര് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് കോമളിയാക്കി നൈസിൽ അടിച്ചങ്ങ് ഒതുക്കും. ഇപ്പൊ ഉദാഹരണത്തിന് എവനെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് വന്ന ഓടാന് നന്മയുള്ള ലോകമേ എന്ന് പറഞ്ഞാൽ അവന് ഏറെ കയറ്റിയും കിട്ടണം. അപ്പൊ പിന്നെ ഒരു നല്ല കാര്യം ചെയ്യില്ലല്ലോ. ഇതാണ് പ്രശ്നം നമ്മുടെ സമൂഹത്തിന്റെ. നമ്മളെല്ലാരും വെറും യന്ത്രങ്ങളായിക്കൊണ്ടിരിക്കണം. അമ്മൂമ്മ യന്ത്രങ്ങളായിക്കൊണ്ടിരിക്കുക. டேய் கேசு, நீ சொன்னது முழுசால எனக்கு புரியல. ஆனா கொஞ்சம் கொஞ்சம் எல்லாம் புரியுது. என்ன இருந்தாலும் ரொம்ப சூப்பர்டா. കേശോട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചേട്ടാ മെർലിൻ ചേച്ചി പണം കണ്ടോണ്ടല്ലേ സ്നേഹിച്ചേ? എന്തിനാ കൊച്ചിനെ ഡോയിന്നൊക്കെ വിളിക്കുന്നേ? എടാ, അവള് നല്ല ടോപ്പ് ടീമാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നീ ചൂണ്ടയിട്ടതും പാവം കൊച്ചു കൊളുത്തിയതും. ചേച്ചി ഈ സമ്പത്തിനെ എന്റെ സ്നേഹമായിട്ട് കണക്ട് ചെയ്ത് പറയല്ലേട്ടാ. എന്റെ സ്നേഹം കൊച്ചുമോനെ കേശു, നീ ഒരുപാടങ്ങ് പുണ്യാളനാവല്ലേ. കനകം, എവന്റെ വർത്താനം കേട്ടോണ്ടെന്നാലേ അടുക്കളയിലെ പണിയൊന്നും കഴിയത്തില്ല. കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ? അന്ന് ഇങ്ങോട്ട് വന്നാട്ടെ. ചേച്ചി ഇതാണ് ഇവിടുത്തെ പ്രശ്നം. മനുഷ്യന്റെ നിഷ്കളങ്കതയും ഹൃദയത്തിന്റെ നിർത്ത്.
നിന്റെ ഇപ്പോഴത്തെ പറച്ചിൽ കേട്ടാലേ ഹിറ്റ്ലർ ഗാന്ധിജി അമ്മഞ്ഞ് നിൽക്കുന്ന പോലെയുണ്ട്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നോക്കി പോടാ. പടവലത്തുനിന്ന് കൊണ്ടുവന്ന് തേങ്ങ മൊത്തം തീർന്നു. ഇനി ഈ 2 എണ്ണം കൂടെ ഉള്ളേ. அம்மா அந்த தேங்காய் வந்து ரொம்ப நல்லா இருந்ததம்மா. ലച്ചു ആ പാത്രം ഇങ്ങെടുത്തേ. ഏത് പാത്രം? ദേ ചുമന്ന പാത്രം. லெச்சு கருவேப்பிலை வேணும் எனக்கு. வெளிச்செண்ணெய் ஊத்தினா கடுகு தாளிக்கலாம். അയ്യോ என்ன എന്റെ ദൈവമേ, ഇങ്ങോട്ട് വരേ. என்னம்மா ഇത് എന്തുവാ ഇത്? ഇത്രയും വെളിച്ചെണ്ണ ഒഴിക്കാമോ കടുക് വറുക്കാൻ? ஆமா கடுகு தாளிக்கிறதுக்கு தானே அவ்வளோ தேவைம்மா. അവളോ തേവ. ഇങ്ങോട്ട് മാറിയേ, ഇങ്ങോട്ട് മാറ്. என்னம்மா என்ன പാത്രം ഇങ്ങെടുത്ത്. വേണ്ടുണ്ട് പാത്രം. എന്റെ ദൈവമേ, அம்மா கடுகு தாளிக்கிறதுக்கு தேவையம்மா. തേവയൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങ് തേവിയാ മതി. ലച്ചു ആ സ്പൂൺ ഇങ്ങെടുത്ത്. എന്തിയെ? ഇത് മതിയോ? അതായാലും മതി. அம்மா என்னம்மா இது? நான் கறிக்கெல்லாம் கொஞ்சம் தானே வெளிச்செண்ணெய் யூஸ் பண்ணுவேன், பின்ன என்ன இப்படி? വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാലേ ഉരുക്കിയെടുത്ത സ്വർണത്തിന് തുല്യമാ. എന്നാ പിന്നെ തേങ്ങ വെച്ചൊരു മാലുണ്ടാക്കിയിട്ട് കഴുത്തിലിട്. ഒരു കറി ഉണ്ടാക്കാനാണ് ഇവിടെ ഇത്രയും കൂടുതൽ ബഹളം ഉണ്ടാക്കണേ. ലച്ചു ഇങ്ങോട്ട് മാറിയേ, ഇങ്ങോട്ട് മാറ്. നീ ഒരു കാര്യം ചെയ്, ആ തേങ്ങ പൊട്ടിച്ചൊന്ന് തിരുമ്മി വെക്ക്, ഞാനിത് ചെയ്തോളാം. டே கேசு இந்த தேங்காய் கொஞ்சம் உடைச்சிட்டு வாடா. ഓക്കേ ഇങ്ങട് വെള്ളം എനിക്ക് വേണം. എനിക്ക് വേണം. പറ്റില്ല, എനിക്ക് വേണം. ഞാനല്ല ആദ്യം പറഞ്ഞേ. അയ്യടാ എന്നാ പകുതി തരാം. അത് പറ്റില്ല. വേണ്ടേ ഡാ, 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 പറഞ്ഞ കാര്യം അങ്ങ് ചെയ് നീ. ആ പറഞ്ഞ കാര്യം ചെയ്. പൊട്ടിക്ക് പൊട്ടിക്ക്. അതിന്റെ വെള്ളം മൊത്തം കളഞ്ഞി. ഓക്കെ അപ്പൊ എനിക്കുള്ള വെള്ളമായി. താങ്ക്സ്. ഇന്നെങ്ങനെ ആന്റി? தேங்க் யூ. ഓക്കെ. കുഴിപ്പുളത്ത് മൊത്തം 6 തെങ്ങുണ്ട്. പക്ഷെ ഇപ്പൊ അടുത്ത് മൊത്തം ചെല്ലിയൊക്കെ കേറി ഓലയൊക്കെ പോയി. ഇതേ ഇവന്റെ തല പോലെ ഇപ്പൊ പേട്ട് തലയാണ്. ആ ചെല്ലി കയറി കഴിഞ്ഞാ പിന്നെ അത് നോക്കണ്ട, പിന്നെ ആ തെങ്ങേ പോയി കിട്ടി. അടുത്ത അമ്മ പറയുന്ന കേക്കാം. പണ്ടൊക്കെ ഉണ്ടല്ലോ ഒരു തെങ്ങിന് 40-50 തേങ്ങയൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പൊ 40 പോയിട്ട് 2 എണ്ണം പോലും കിട്ടാനില്ല. അപ്പൊ പടവലത്തോ? പടവലത്ത് എത്ര മൂട് തെങ്ങുണ്ടായിരുന്നു? 100-100 തെങ്ങി കൂടില്ലായിരുന്നു. ശരിയാ. 10,000 തേങ്ങായി കൂടുതൽ കിട്ടത്തില്ലായിരുന്നു. അത് കുറച്ച് പച്ചക്ക് വിൽക്കും, കുറച്ച് കൊപ്രയായിട്ട് വിൽക്കുകയും ചെയ്യും. അതൊക്കെ ഒരു കാലം. என்ன சொன்னாலும் எங்க ஊர்ல இந்த தேங்காய் யூஸ் ரொம்ப கம்மி தான். ആര് പറഞ്ഞേ? തമിഴ്നാട്ടിൽ തേങ്ങാച്ചട്ടി എന്ന് പറഞ്ഞ ഫേമസ് അല്ലേ? தேங்காய் சட்னி எல்லாம் ஃபேமஸ் தான்டா. ஆனால் இந்த அளவுக்கு தேங்காய் யூஸ் பண்ணவே மாட்டோம். തന്നെ പറഞ്ഞതിന് കാര്യമുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. ഈ തിരുവനന്തപുരം സൈഡിലോട്ടും കൊല്ലം സൈഡിലോട്ടൊക്കെ ആണല്ലേ ചേച്ചി തേങ്ങ കൊണ്ടൊരു ആറാട്ടറിന്റെ കളിയാണ്. കളിയൊക്കെ ഇപ്പൊ നിക്കും. തേങ്ങയ്ക്ക് കിലോ 90-100ഒക്കെയാണ് വില. അത് ശരിയാണ്. വെളിച്ചെണ്ണക്ക് ഇപ്പൊ ഒരു 10-50 ആയല്ലേ. ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ്. ഓണം എത്തുമ്പോഴത്തേനെ കേറി ഒരു ചീറ്റിങ് ആവും 500 രൂപ. അല്ലേ ചേച്ചി? നമുക്ക് മാവേലി വരുമ്പോഴേ ഇത്തവണ സദ്യ ഇല്ലെന്ന് പറഞ്ഞു വിട്ടാല വിഷമാവൂടാ തന്നെ. പിന്നെ സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുക. എന്താണ്? അതൊന്നും പുള്ളിക്ക് സെറ്റ് ആവൂല. സെറ്റാവൂല. പിന്നെ വേറെന്തിരിയേ? എന്തായാലും വിലയൊക്കെ കേറി 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 ഇത് എങ്ങോട്ടാണല്ലോ പോണത് ആർക്കറിയാം. അല്ല ചേച്ചി ഞാൻ ആലോചിക്കണതല്ല, ഈ വെളിച്ചെണ്ണയുടെ വിലയൊക്കെ നിശ്ചയിക്കണ ശരിക്കും ആരാണ്? ഗവൺമെന്റ് ആണ് അതാ ഇനിയിപ്പം വലിയ ഏതെങ്കിലും വൻകിട മുതലാളിമാർ? ആർക്കറിയാം. എന്തായാലും വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത് കൊണ്ട് സൺഫ്ലവർ ഓയിലും പാം ഓയിലും ഒക്കെ നല്ലോണം വിറ്റ് പോകുന്നുണ്ട്. அரு கொஞ்சம் தள்ளுமா. അയ്യോ ഇതെന്തോന്നാ ഇത്? என்ன தேங்காய்? വേണ്ട, തിരുമ്മി വെച്ചേക്കുന്നുണ്ട്. മതി, അത്രയും മതി. அம்மா இது தேவையம்மா, அது திருகணும். ഇങ്ങോട്ട് മാറിയേ, ഇങ്ങോട്ട് മാറിയേ. ഇത്രയും തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്, അത് മതി. போதாதம்மா கறிக்கு இது கூட தேவை. ഇതൂടെ തേവണ്ട, ഇത്രയും കൊണ്ടൊക്കെ അങ്ങ് ചെയ്താ മതി. എന്തോന്നമ്മ ഇത്? ഇവിടെ ഇത്രയും പേരില്ലേ, കറി ഉണ്ടാക്കണ്ടേ? പിന്നെ ഈ തേങ്ങ വെച്ചുണ്ടാക്കുന്ന കറിയൊക്കെ അങ്ങ് കൂട്ടിയാ മതി. ഇനി ഇതിവിടെ ഇരുന്നാലേ ശരിയാവത്തില്ല. തേങ്ങ എന്തിനാ ഞാൻ കടത്താൻ പോണാ? என்னம்மா இப்படி எல்லாம் செய்றீங்க? ഇവിടെയൊക്കെ മതി. തേങ്ങയ്ക്ക് ഒരു പിശുക്ക. என்னடா இது? തിരുമ്പേണ്ട എന്തോ തിരുമേ? അമ്മൂമ്മ അവിടെ പോയി. നേരത്തെ തേങ്ങ കൊണ്ട് പോയല്ലേ? എവിടെ?
അമ്മൂമ്മ അമ്മുമ്മ അയ്യോ ദാ വരുന്നു. അമ്മുമ്മ അകത്തിരുന്ന് തേങ്ങ കരണ്ട് തിന്നുമായിരിക്കും. എന്താണ് ഇത്, ചുണ്ടലിയാ? അല്ല എന്തായാലും ഈ സമയത്ത് അമ്മൂമ്മ കറണ്ട് തിന്നില്ല. തീ പിടിച്ച വിലയല്ലേ തേങ്ങക്ക്? டேய் அந்த அரைமுറി தேங்காய் இருந்தா தான் ரொம்ப அருமையா டேஸ்டா சமைக்க முடியும். ടേസ്റ്റ് ഒക്കെ ഇങ്ങനെ പറഞ്ഞേരെ. ഇനി തേങ്ങയും ഇല്ല വെളിച്ചെണ്ണയും ഇല്ല. ഇങ്ങനെ പോവാണെങ്കിൽ നമ്മള് തെങ്ങ് തന്നെ മറക്കണ്ടേ? കനകത്തിന്റെയും മറ്റുള്ളവരുടെയും ശ്രദ്ധയ്ക്ക് ഇതിപ്പം 3 മുറി തേങ്ങയുണ്ട്. 3 3 3 6 6 ദിവസം ഈ 3 മുറി തേങ്ങ വെച്ച് കറി ഉണ്ടായിക്കോട്ടെ. അപ്പൊ 2 ദിവസത്തേക്ക് അരമുറി തേങ്ങയാ? അത് തന്നെ അധികമാ. ഇത് കുശു കുശുക്കുന്നു. അല്ല ഒന്നുമില്ല അമ്മൂമ്മ, അരമുറി തേങ്ങ കൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കാമല്ലോ. അല്ല അമ്മൂമ്മ, നമ്മൾ ഈ മീൻകറിയൊക്കെ തേങ്ങ അരച്ച് വെച്ച് ഇങ്ങനെ കഴിച്ച് പഠിച്ചു പോയേ. അപ്പൊ അതുകൊണ്ട് മീൻകറിക്കുള്ള തേങ്ങ വേറെ സെപ്പറേറ്റ്. മീൻകറി അങ്ങനെ തേങ്ങ അരച്ചൊന്നും വെക്കണ്ട. ആ പഠിത്തമൊക്കെ അങ്ങ് നിർത്തണം. മുള വരച്ച് വെച്ചാ മതി. അപ്പൊ ദോശയുടെ കൂടെ ചമ്മന്തിയാ? ആ ഇനി മുതൽ ഇവിടെ തേങ്ങാ ചമ്മന്തി ഇല്ല. അപ്പൊ ഒന്നീ മുളക് പൊടി അല്ലെങ്കിൽ ഉഴുന്ന് പൊടി. ആ മോനെ കേശു, നിന്നോടൊരു കാര്യം. നിനക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു എണ്ണ തേച്ച് കുളിയുന്ന പരിപാടി ഉണ്ടല്ലോ, അതിന് വേണ്ട. ഇല്ല അമ്മൂമ്മ, ഞാൻ കുളിയെ നിർത്തി. അമ്മുമ്മയല്ലേ പറയുന്നേ ആഴ്ച 2 ദിവസമെങ്കിലും എണ്ണ തേച്ച് കുളിക്കണോന്ന്? അതൊക്കെ പണ്ട്. ആ എണ്ണ തേച്ച് കുളിച്ചതൊക്കെ മണ്ടത്തരമായി പോയെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. വെളിച്ചെണ്ണയിൽ നീരാടിക്കൊണ്ടിരുന്ന അമ്മൂമ്മയാ കാലം പോയ പോക്കേ. അമ്മൂമ്മ എന്ത് ചെയ്യാൻ പോണു? ഞാൻ ഇതിനകത്ത് ഒഴിക്കാൻ പോന്നു. ഞാൻ സഹായിക്കാം. ഇങ്ങോട്ട് വേണ്ട, ഞാൻ സഹായിച്ചോളാം. ഞാൻ ചെയ്തോളാം. കേശോട്ടാ, ഇനി പഴംപൊരി ഉണ്ണിയപ്പൊക്കെ ഇനി എങ്ങനെ ഉണ്ടാക്കി തിന്നും? ഏച്ചി പോയച്ച എവിടുന്ന്? ഞാൻ ഇവിടെ മീൻ പൊരിച്ചത് എങ്ങനെ ഉണ്ടായി കഴിക്കുമെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോളാ. നീ മേടിക്കാതിരുന്നാ പോരെ? നീ മേടിക്കാതിരുന്നാ പോരേ? ഞാൻ പോണ് കേട്ടോ അങ്ങോട്ടേലും. என்ன கொடுமை அம்மா இது? தென்னை மரத்தோட ஊரு வந்து கேரளம். அங்க இந்த தேங்காய்க்கு வெளிச்செண்ணாக்கெல்லாம் இவ்வளோ விலை. எங்க ஊர்ல அப்படி இல்ல. நிறைய தோப்பு இருக்கு. அங்க ஒரு பிரச்சனையும் இல்ல. അത് പിന്നെ അവിടെ ഉള്ളവര് ഉള്ള എല്ലാ സ്ഥലത്തും തെങ്ങ് വെച്ച്, ഇവിടെ ഉള്ളവർ ഉള്ള തെങ്ങ് വെട്ടി കളഞ്ഞിട്ട് മൊത്തം റബ്ബർ വെച്ച് റബ്ബർ പാൽ അങ്ങോട്ട് കയറ്റി അയക്കുന്നു. കനകം, ദാ ഒരാഴ്ചത്തേക്കിനുള്ളത്. തലേ തേക്കനെ അമ്മൂമ്മ? അല്ല, കറി വെക്കാൻ. ഒരാഴ്ചത്തേന് കറി വെക്കാൻ ഇത്രയോ? അത് തന്നെ ധാരാളമാ. ஐயோ அம்மா இது பத்தாதம்மா. ഇത് വെച്ച് പത്തിച്ചാ മതി. ആ ഇനി ഒരാഴ്ച കഴിയുമ്പം അടുത്തത് ഞാൻ തരാം. ദാ ഇവിടെ കൊണ്ടുപോ. പിടിച്ചോ, പിടിക്കേ. സൂക്ഷിച്ച് സൂക്ഷിച്ച്. കയ്യിലൊക്കെ വെളിച്ചെണ്ണ തലേ തേക്ക്. തലേ വെക്കണമെങ്കിൽ വെച്ചോ. டேய் ஒரு வாரம் இவ்வளவுதானா? സൂക്ഷിച്ച്. പിന്നെ കനകാന്റി, ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും വെക്കണ സാധനത്തിനൊക്കെ ടേസ്റ്റ് വേണം. ഒലി പോയില്ല. டேய் கேசு, என்னடா இங்க உட்காந்துட்டு இருக்க? நான் പിന്നെ എവിടെ പോയി നോക്കാനേ? டேய் சமைக்க வேண்டாமா? சமைக்கணும். அதுக்கு என்ன வேணும்? எண்ணெய் தேவை. அந்த ஃப்ரிட்ஜுக்குள்ள நான் மீன் மிளகா தேய்ச்சி வச்சிருக்கேன். அது வறுக்க வேண்டாமா? வறுக்கணும். அதே மாதிரி தான் மீன் குழம்பு வைக்கிறதுக்கும் ஃப்ரிட்ஜுக்குள்ள மீன் இருக்கு. அதுக்கு என்ன வேணும்? தேங்காய் வேணும். இந்த தேங்காவும் எண்ணெய் இல்லாம நான் எப்படி சமைப்பேன் சொல்லு? ഇതൊക്കെ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ എന്തിനു சொல்லலாம்? அதே தாண்டா. ஒரு வாரத்துக்கு இங்க 1 கிலோ எண்ணெய் இருந்தா பத்தாது. அப்பதான் இந்த கொஞ்சோண்டு எண்ணெய் கொடுத்துட்டு ஒரு வாரம் இதுல வச்சு நீ ஓட்டு சொன்னா நான் எப்படி செய்வேன் சொல்லு? വാരത്തിലാ? ഇവിടെ 1-2 ദിവസം കൊണ്ട് 1 കിലോ വെളിച്ചെണ്ണ തീരുവല്ലേ ആന്റി? ஷோ அப்படின்னா நான் என்ன செய்வேன்? அத முதல்ல 2 ആള് சொல்லித்தாங்க. അതാണ് ഞാൻ ഇത്ര നേരം സെർച്ച് ചെയ്തോണ്ടിരുന്നത്. അതായത് നമ്മൾ ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ, അതേ ഫുഡിന്റെ ടേസ്റ്റ് എങ്ങനെ വെളിച്ചെണ്ണ ഇല്ലാതെ ഉണ്ടാക്കിയാൽ കിട്ടും എന്നാണ് ഇത്ര നേരം അടിച്ചോണ്ടിരുന്നത്. എന്നിട്ട് കിടച്ചതാ? തേങ്ങ കിട്ടി. എടാ, വെളിച്ചെണ്ണയ്ക്ക് വെളിച്ചെണ്ണ മാത്രം. പണ്ടേ കുഴിപ്പള്ളത്തമ്മ എപ്പോഴും പറയായിരുന്നു അവരുടെയൊക്കെ കുട്ടിക്കാലത്ത്. ഒന്ന് ആലോചിച്ച് നോക്കണം, പഴയ കൂട്ടുകുടുംബ 10-12 ആൾക്കാരുണ്ട് ഒരു വീട്ടില്.
എന്നാ ഒരാഴ്ച അവരുടെ വീട്ടിൽ മേടിക്കുന്ന വെളിച്ചെണ്ണയുടെ കണക്കെന്ന് പറയുന്നത് 1/4 കിലോ വെളിച്ചെണ്ണ. ആ 1/4 കിലോ കറി വെക്കാനും തലയെ തേക്കാനും കുളിക്കാനൊക്കെ 1/4 കിലോ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എന്നാ ഇന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനേക്കാളും നല്ല ടേസ്റ്റും ഉണ്ട്, ഗുണവും ഉണ്ട്. അതെപ്പടി? അത് അവര് കറക്റ്റായിട്ട് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കൃത്യനിഷ്ഠത കാരണം. லெச்சு அதெல்லாம் அந்த காலம். இந்த காலத்துல அதெல்லாம் முடியாது. எனக்கு இப்ப குக் செய்யறதுக்கு எண்ணெயும் தேங்காயும் வேணும். அது முதல்ல எடுத்து கொடுங்க. എവിടുന്ന് എടുത്തു കൊടുക്ക? டேய், நான் ஒரு ஐடியா சொல்லட்டா? ஒரு நிமிஷம் அப்படியே இரு. അതായിരുന്നു ഐഡിയ. ഇതെവിടെ പോണു? ആ ഐഡിയ പറഞ്ഞുകൊണ്ട് പോണ. ദാരിയ തപ്പണേ. டேய், நான் அம்மாவை தான் தேடிட்டு இருந்தேன். கிச்சனுக்குள்ள இல்ல. அப்படின்னா பின்னாடி இருப்பாங்க. நீ ஒண்ணு செய். இந்த டைம்ல அந்த ரூமுக்குள்ள போய் அந்த டேபிளுக்கு கீழே எண்ணெய் வச்சிருக்காங்க, சின்ன சின்ன குட்டி குட்டி பாட்டிலா. அந்த எண்ணெய நீ எடுத்துட்டு வா. சத்தம் போடாத, பேசாம இரு, அம்மா கேட்டுட்டு வருவாங்க. டேய், எனக்கு சமைக்க தெரியாதுடா எண்ணெய் இல்லாம. எனக்கு கக்க தெரியாதுமா. അത് നീ പറയരുത്. കക്ക தெரியாതെന്ന് നീ പറയരുത്. ഞാൻ കക്കണെങ്കിൽ എവിടെ വെച്ചേക്കണെന്ന് പറഞ്ഞത്? இந்த ரூமுக்குள்ள அந்த டேபிளுக்கு கீழே. കീഴെ വെച്ചേക്കണേ, എന്തായാലും പൂട്ടിയായിരിക്കും വെച്ചേക്കണേ. ആ അപ്പൊ ഞാൻ എങ്ങനെ തുറക്കുന്നത്? അമ്മൂമ്മയുടെ പഴയ ബാഗിന്റെ അത് താക്കോലുണ്ട്. പോയിടാ. അങ്ങനെ അതെടുത്തു കഴിഞ്ഞപ്പോ എന്തായാലും അതെടുത്തു കഴിഞ്ഞാ അതിന്റെ പകരം എന്തായാലും വെക്കണ്ടേ? വെള്ളം ഒഴിച്ചു വെക്ക്. എണ്ണയ്ക്ക് വരും വെള്ളോ? ആ சூப்பர் பாரு, ரொம்ப நல்ல ஐடியா. എടുത്തോ. നാലേ, ഞാൻ പോയി വെളിച്ചെണ്ണ എടുത്തോണ്ട് വരാം. പക്ഷേ അമ്മൂമ്മ വരുന്നുണ്ടോന്ന് നോക്കണം. அது நான் பாத்துக்கிறேன். വരുന്നുണ്ടെങ്കിൽ സിഗ്നൽ തരണം. அது நான் கொடுக்கறேன். എങ്ങനെ? அம்மா வரும்போது கேசோன்னு கூப்பிடுறேன். ആഹാ, ശുഭം. നോക്കിക്കോണേ. എന്നാലും തേങ്ങ മാതിരി പണി തരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. തേങ്ങ ചേച്ചി, നമ്മുടെ ഫ്രണ്ടിൽ കുറെ സ്ഥലം ഉണ്ടല്ലോ, നമുക്ക് തെങ്ങിന്റെ തൈ നട്ടാല്. അതിപ്പൊ നടുവാണെങ്കിൽ ഭാവിയിൽ നിനക്ക് അത് ഉപകാരപ്പെടും. പെട്ടെന്ന് തേങ്ങ ഉണ്ടാവുന്ന തെങ്ങില്ലേ? അത് പറച്ചില് മാത്രമേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്ന് തേങ്ങയൊന്നും ഉണ്ടാവൂല, കൊറേ കൊല്ലം പിടിക്കും. വരുന്നുണ്ടാ? എവിടെ? എന്ത് ചാവി? ചാവിയാ ബാഗില്? തേങ്ങ கிடைக்கலையா? ചാവി പോലും കിട്ടിയില്ല. നേരെ തപ്പി കാണൂല. കണ്ടൊന്നുമില്ലേ, ചുമ്മാ കളിക്കല്ലേ. டேய், அங்க எல்லாம் பாருடா. എന്റെ കഥ കണ്ടി ഞാൻ ആ ബാഗിനകത്ത് മൊത്തം തപ്പിയാണ്. ബാഗിന്റെ അകത്ത് തന്നെയാണല്ലോ ഞാൻ കണ്ടത്. അയ്യോ അമ്മൂമ്മ, അയ്യോ അവനെന്തിനാ ഇറങ്ങി ഓടിയേ? தெரியாதம்மா. നീ എന്തിനാ ഇറങ്ങി ഓടിയേ? അറിഞ്ഞൂടാ. അല്ല, നിന്റെ മുഖത്ത് എന്താ ഒരു കള്ള ലക്ഷണം? ഞാനേ അമ്മൂമ്മ പെട്ടെന്ന് എന്റെ ഫോൺ കണ്ടില്ല, അപ്പൊ ഫോൺ അങ്ങനെ തപ്പാൻ വേണ്ടി. നീ ഇരിക്കുന്നത് എന്താ? അയ്യോ, ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന പറയണ്ടേ പാറു അപ്പളെ. ഫോൺ കിട്ടിയ അമ്മൂമ്മ. അമ്മൂമ്മേ, മറ്റേ ആ പഴയ സാരിയൊക്കെ വെച്ചേക്കുന്നില്ലേ, ആ ഡ്രോയർ, അതിന്റെ താക്കോല അവിടെ. താക്കോല് എന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിലുണ്ട് താക്കോല്. ഇടിപ്പി തൂക്കിട്ട് നടക്കണ ആ താക്കോലിങ്ങന്ന്. എന്തിനാ? 2-3 കല്യാണ പരിപാടി വരുന്നുണ്ട് ഫ്രണ്ടിന്റെ. അപ്പൊ ആ ഡ്രോയറിന്റെ താഴെ അമ്മയുടെ കുറച്ച് പഴയ സാരിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ അതൊന്നും നോക്കാൻ. ഇടുപ്പി തൂക്കിട്ടേക്കുന്ന എന്താ പറ്റത്തില്ലയോ? കെട്ടിയൊക്കെ വെച്ചേക്കുന്നു. എന്റെ കൈ തന്നെ തിരിച്ചേപ്പിച്ചേക്കണം. എന്ത് താക്കോല്? അത് ഞാൻ തിരിച്ചേപ്പിക്കാം. അമ്മൂമ്മേ, അതിനകത്ത് ഏത് സാരി ആയിരിക്കും എനിക്ക് ചേരുന്നത്? ആ മഞ്ഞ സാരിയാണോ പച്ച സാരിയാണോ? നിനക്കത് രണ്ടും ചേരും. ആണല്ലേ? ഞാൻ ആ ഉമേഷിനെ ഒന്ന് വിളിക്കട്ടെ. തേങ്ങ വെട്ടിയിട്ടിട്ടുണ്ടല്ലോ, അവനെ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ. വിശ്വസിക്കരുത്, പെട്ടെന്ന് വിളി. അമ്മൂമ്മ റേഞ്ച് പുറത്തോട്ട് കിട്ടും. അങ്ങോട്ട് തീർച്ചയായിട്ടാ. 1/2 മണിക്കൂർ ഇനി ഉമേഷ് എടുത്ത് സംസാരിച്ചോണ്ടിരിക്കും.
അതുകൊണ്ട് പതുക്കെ മോഷ്ടിച്ചാ മതി. ഇത് എവിടെ അരമണിക്കൂർ പറഞ്ഞ് കളയുന്നു തോന്നുന്നില്ല. എന്റെ പൊന്നു ചെറുക്കൊന്ന് പോ. ഇത് ഞാൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ടക്കനെടുത്ത് മാറ്റി വെക്കണം. അത് മതി, അത് മതി. പോ. ദൈവമേ, എവിടുന്നെങ്കിലും കുറെ വെളിച്ചെണ്ണയും തേങ്ങയും കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടേനെ. വെള്ളം നിറച്ചിട്ട് പെട്ടെന്ന് കൊണ്ടുപോകും. എന്താ ഇത്? എന്റെ വെളിച്ചെണ്ണ. കനകം, നിന്നെ ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. ഇങ്ങോട്ടോ. എന്തുവാ എന്തുവാ കയ്യില്? അതൊന്നുമില്ല. ഒന്നുമില്ല. പിടിച്ചേ 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 ഇത് പിടിച്ചേ. ഇവിടെ കൊണ്ടുവാടാ. കേശു, ഇവിടെ കൊണ്ടുവാ. ഇവിടെ കൊണ്ടുവാടാ. ഇവിടെ കൊണ്ടുവാ. ഇവിടെ കൊണ്ടുവാ. എന്റെ ഇതാ ഇത് പച്ചവെള്ളം. താടാ. ഇതേ, ഇത് ഞാൻ പടവലത്ത് ബാങ്കിലെ ലോക്കറിൽ കൊണ്ടുവെക്കും. എന്നാലും നിനക്കൊന്നും തരത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ എന്റെ വളയിലോ മാലയിലോ മോതിരത്തിലോ കണ്ണു വെച്ചു. പക്ഷെ വെളിച്ചെണ്ണ ഞാൻ തരത്തില്ല. ഇങ്ങോട്ടോച്ചേ ഉള്ള കൂട്ടങ്ങള് എന്തോടാ? എന്റെ ദൈവമേ, ഒരു ലോഡ് തേങ്ങ ഇവിടെ കൊണ്ട് തട്ടിക്കൊടുക്കരുത്. തേങ്ങ തേങ്ങ തേങ്ങയും വിളിച്ചണ്ടേ? കിട്ടിപ്പോയി ചേച്ചി, ഐഡിയ കിട്ടിപ്പോയി. ഞാൻ നോക്കിക്കോ അമ്മൂമ്മ, ഞാൻ റിച്ചാവും. റിച്ച് എന്ന് പറഞ്ഞാൽ ടോപ്പ് റിച്ചാവും. പോയി മെർലിന്റെ വീട്ടിൽ ചെന്ന് പെണ്ണി പോലെയൊക്കെ അമ്മൂമ്മ ചെല്ലേ. ശിവ ചേച്ചി എവിടെയാന്ന് അറിയാൻ വേണ്ടി വിളിച്ച. കേശവണ്ണോ? കേശവൻ ഒരു 11 മണിയായപ്പോഴത്തേക്ക് ഇവിടുന്ന് അറിയിപ്പോയി. അതെനിക്കറിയത്തില്ല. കനയാന്റിയും ലച്ചേച്ചിയും കൂടെ അകത്തിരുന്ന് ചർച്ച ചെയ്യുന്നു. എന്ത് ചർച്ച എന്നാ? പച്ചവെള്ളത്തിൽ എങ്ങനെയാ മീൻ പൊരിക്കാന്ന്. ആ ശരി. ലോട്ടറി അടിച്ച അമ്മൂമ്മ, കനാൻഡി, ലച്ചേച്ചി, കേശവന് ലോട്ടറി അടിച്ചേ. കേശവ കെട്ടിപ്പിടിക്കരുത്. ഡോണ്ട് ടച്ച്. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാരും വിളി, എല്ലാരും വിളി. ലോട്ടറി അടിച്ച. ലോട്ടറിയാ? ലോട്ടറിയൊക്കെ എന്തൊരു ചില്ലിപ്പില്ലി കേസ്. ഇത് അതൊക്കെ മേലെ ടോപ്പ് റേഞ്ച്. ആ വാ. എന്തുവാടാ ഇത്? വിൽസൺ തോമസിന്റെ ഒക്കെ സൂട്ടും കോട്ടും നിനക്ക് മെറിലിടാൻ തന്നാ? ഓ, ചിരിക്കണോ? വേണ്ടട്ടാ, വേണ്ടേ. ചിരിച്ചോ ചിരിച്ചോ, ആവാലോ. സംഭവം എന്ത്? കേശവന് ലോട്ടറി അടിച്ചു. ലോട്ടറി ഒന്നുമില്ല, അതൊക്കെ മേലെ. അറിയണോ? ആകാംക്ഷയില്ലേ? 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 follow me. വണ്ടി എപ്പോഴും തൊട്ട് വരും. റെഡി? പറോ, നീങ്ങില്ല, ഇങ്ങോട്ട് നീങ്ങില്ല. റെഡി? 1 2 പാം പാം പാം. അവിടെ ഇരിക്കോ, കീപ് ഡിസ്റ്റൻസ്. ചേട്ടാ, ഈ തേങ്ങ എവിടുന്ന് കൊണ്ടുവന്നേ? തേങ്ങ എവിടുന്ന് കൊണ്ടുവന്നേന്ന്? അങ്ങ് പടവലത്തൂന്ന് ഞാൻ ഇറക്കിയത്. അവിടുത്തെ മൊത്തം തേങ്ങ ഇങ്ങോട്ട് കൊണ്ടുവന്നോ? മൊത്തം കൊണ്ടുവന്നിട്ടില്ല, ഒരു പോർഷൻ ഓഫ് തേങ്ങ ഈ വണ്ടിയിലുണ്ട്. തേങ്ങ തുടരുത്, കഴിഞ്ഞാ മതി. டேய் அந்த தேங்காவை குடுறா, குழம்பு வைக்கணும். കുഴമ്പ് வைக்கணும். ആന്റി ഇവിടെ നിന്നാലേ ശരിയാവില്ല. ഇങ്ങ വാ, അവിടെ. ആ അവിടെ ഇല്ല.
ഇനി ചോദിച്ചു തേങ്ങ எனக்கு குழம்பு வைக்கிறதுக்கு தேங்காய் கொடு. ഒരു തേങ്ങക്ക് ഞാൻ ഇവിടുന്ന് തേങ്ങ ഞാൻ തരൂല. അനാൻറ്റി ഇത് വിൽപ്പനയ്ക്കുള്ള തേങ്ങയാണ്. അതൊക്കെ സമ്മതിച്ച് നമുക്ക് തേങ്ങയൊക്കെ വിൽക്കാം. ഓക്കെ. പക്ഷേ നീ എന്താണ് ഈ കോട്ടും സൂട്ടൊക്കെ ഇട്ടോണ്ട്? പിന്നെ കോട്ട് സൂട്ട് ഈ പണിക്കിടാതെ വേറെ ഏത് പണിക്കിടേ? പ്രത്യേകിച്ച് ഈ കണ്ടീഷനിൽ ഇപ്പോഴത്തെ സമയത്ത്. ചേച്ചി ഈ സ്വർണ്ണക്കടയിൽ നിൽക്കുന്നവരുണ്ടല്ലോ അവരെക്കാളും എലഗന്റ് ആയിട്ട് വേണം ഞാൻ നിൽക്കാൻ. സ്വർണ്ണത്തിനേക്കാളും വിലയുള്ള സാധനമാണ് ഈ വണ്ടി ഇരിക്കണത്. ചാരിക്കണ വണ്ടി. ആ അതെ ഇത് ഞാൻ ഇന്ന് വിറ്റ് കാണിച്ചു തരും. ഇന്ന് ഞാൻ കോടീശ്വരനാവും. തേങ്ങ 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 നല്ല നാടൻ തേങ്ങ 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 തേങ്ങ. വേറെ ആരും തുടർന്ന് ഞാനിട്ട് അമ്മാന് പാടും തേങ്ങ. டேய் തേങ്ങ 45 തേങ്ങ 45 45 45 45 കൊള്ളക്കാശാണ്. കൊള്ളക്കാശ് എവിടെ എടുത്തിട്ട് കൊള്ളക്കാശ്? അര കിലോ 45 അര കിലോ 45 അര കിലോ 45 1 കിലോ 90 90 90. പടവലം തേങ്ങയെന്ന് വിളിക്കടാ. പടവലം തേങ്ങയെന്ന് വിളിക്ക്. പടവലം തേങ്ങയെന്ന് വിളിക്ക്. അങ്ങനെ പടവലം തേങ്ങ പടവലം തേങ്ങ പടവലം തേങ്ങ. ഇത്രയും തേങ്ങയുള്ള കുടുംബം എന്ന് പറയുമ്പോ തന്നെ ഒരു ഇതല്ലയോ? പിന്നെ തേങ്ങ തേങ്ങയുടെ തലക്കടിച്ച് 2 തേങ്ങ മാറ് മാറ് മാറ്. തേങ്ങയെ തുടരുത്. എടാ നിന്റെ പേട്ട് തല പോലെ പേട്ട് തേങ്ങയാണോ ഒന്ന് കുരുക്കി നോക്കണ്ടേ? അത് ഈ പേട്ട് തലക്ക് അടിച്ച് ഞാൻ കാണിച്ചു തരാം. അല്ലേ ഈ തേങ്ങയെ തുടരണമെങ്കിൽ പൈസ വെച്ചിട്ട് തേങ്ങ തുടങ്ങും. 10 രൂപ 10 രൂപ തേങ്ങ തൊടാൻ 10 രൂപ 10 രൂപ 10 രൂപ 10 രൂപ തേങ്ങ തൊടാനാണെങ്കിൽ 10 രൂപ. ശരി സമ്മതിച്ച്. നമുക്കൊരു ഡീലെത്താം. എന്തൊരു ഡീല്? നീ പറയണാദ്യം കേക്ക്. നീ തേങ്ങ വിറ്റോ? ഓക്കെ. പക്ഷെ അതിന്റെ ഷെയർ നമുക്ക് തന്നെ. പടം തേങ്ങ നീ വിറ്റോ അതിന്റെ ഷെയർ എനിക്ക് തരണം. തേങ്ങ ഞാൻ തരും കേട്ടാ. നോക്കിയിരിക്കത്തേ ഉള്ളു. ഞാൻ കഷ്ടപ്പെട്ട് പടവെടുത്ത് എടുത്തു സാധനമാണ്. അതിന്റെ ഷെയറും ചോദിച്ചാൽ വന്നേക്കണേ. ഈ തേങ്ങയുടെ അവകാശം ഞങ്ങൾക്ക് കൂടെ ഉണ്ട്. ഈ തേങ്ങയുടെ അവകാശം ഞങ്ങൾക്ക് കൂടെ ഉണ്ടെന്ന്. அது அவ சொன்னது கரெக்ட் தான். இந்த தேங்காய்க்கு உரிமை எல்லாருக்குமே இருக்கு. അപ്പൊ ഷെയർ തന്നെ. തേങ്ങ തരും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്താണ് അവകാശം ഒന്ന് ഷെയർ വേണമല്ലേ? എന്തായാലും ഷെയർ വരും നിങ്ങക്ക്. ഒരു കാര്യം ചെയ്യും. ഈ വീടിന് എനിക്ക് കുറച്ച് ഷെയർ ഉണ്ടല്ലോ. ആ ഷെയർ നിങ്ങൾ അങ്ങ് എടുത്തു. എന്നാ പിന്നെ എന്റെ ഷെയർ നിന്റെ ഷെയർ നീ എടുത്തോ. എന്നിട്ട് ആ തേങ്ങ എനിക്ക് തേങ്ങ തരില്ല. തേങ്ങ തൊട്ട് വരുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. വീടിന്റെ ഷെയർ നിങ്ങൾ കൊണ്ടുപോകോ. വീടും പുല്ലൊന്നും എനിക്ക് വേണ്ട. എനിക്ക് എന്റെ തേങ്ങ മതി. அம்மா நீங்க எனக்கு ஒரு 10 சென்ட் கொடுக்கறேன்னு சொல்லிருக்கீங்கல்ல? തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ തെങ്ങുള്ള സ്ഥലം ഞാൻ തരത്തില്ല. അതെന്റെ അമ്മൂമ്മ. அப்பா சாமி எனக்கு அது வேண்டாம். இப்போ நீங்க கபோர்டுக்குள்ள வச்சிருக்கிற எண்ணெய் இருக்குல்ல அத மட்டும் கொடுங்க. 2 பாட்டில் வெளிச்செண்ணெய். നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാം. നിന്റെ പൂതി അങ്ങ് മനസ്സിൽ വെച്ചേര്. അങ്ങനെ പറ. അപ്പൊ നീ തേങ്ങ തരില്ല? തേങ്ങ തരില്ല. തേങ്ങ വിൽക്കാനുള്ളതാണ്. തേങ്ങ 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 തേങ്ങ. டேய் வித்து முடிச்சதுக்கு அப்புறம் தேங்காய் குடுப்பியா? എന്തായാലും വിത്ത് മുടിച്ചാലപ്പുറം പിന്നെ എന്തൊരു തേങ്ങ ഇരിക്കാണ്. തേങ്ങ